നാച്ചുറോപ്പതി കേരളയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. അല്പം നടക്കുമ്പോഴേക്ക് കിതപ്പുണ്ടാകുന്നു. കിതപ്പ് കൊണ്ട് നടക്കാനായിട്ട് കഴിയുന്നില്ല, കയറ്റം കയറാൻ കഴിയുന്നില്ല, സ്റ്റെപ്പ് കയറാൻ കഴിയുന്നില്ല. പലരും കംപ്ലൈൻറ്റുമായി ഞങ്ങളുടെ അടുത്ത് എത്താറുണ്ട്. ആസ്മയെക്കുറിച്ചിട്ടിരുന്ന ഒരു വീഡിയോയിൽ ഒരു കമൻ്റായിട്ടും ആളുകൾ ഇത് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇടുന്ന കമൻറ്റുകൾ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും അതനുസരിച്ചുള്ള മറുപടികൾ വിവിധ വീഡിയോകളിലായി നൽകുന്നതുമാണ്. ഞങ്ങളുടെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടുകൾക്ക് എപ്പോഴും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ നൽകുന്ന ഓരോ വിഷയങ്ങളും ഓരോ വീഡിയോകളും ശാസ്ത്രീയമായി ശരിയെന്ന് തോന്നുന്നതും നമുക്ക് പ്രാക്ടിക്കലായി ചെയ്യാൻ കഴിയുന്നതും യാതൊരു അവകാശവാദങ്ങളും ഇല്ലാത്തതുമായിട്ടുള്ള വീഡിയോകളാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ കൊടുക്കുന്ന തമ്പനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇതേലൊന്ന് തൊട്ടാൽ മതി, ഈ 5 ഫുഡ് കഴിച്ചാൽ മതി, ഈ ഫുഡ് വീട്ടിൽ കണ്ടാൽ മതി, രോഗം മാറുമെന്ന് പറഞ്ഞ് സാധാരണ പ്രകൃതിയിൽ സർ പോലും പലരും ഇങ്ങനെ തമ്പനയിൽ കൊടുക്കാറുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന തമ്പനയിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്ന സബ്ജക്റ്റിനോട് നീതി പുലർത്തുന്നതായിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നു. ഇപ്പോൾ കയറ്റം കയറുമ്പോൾ കിതപ്പുണ്ടാകുക, സ്റ്റെപ്പ് കയറുമ്പോൾ കിതപ്പുണ്ടാകുക, അത് എന്താണ്? ആസ്മ ഉള്ളവർക്ക് അതുണ്ടാവാം, പക്ഷേ ആസ്മ ഇല്ലാത്ത ആളുകൾക്കും അത് വരാം. അവരാണ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. അതിലേറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അമിതവണ്ണമുള്ളവരാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വെയിറ്റ് അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കുമ്പോൾ തന്നെ കയറ്റം കയറുമ്പോഴുള്ള കിതപ്പും അതുപോലെ സ്റ്റെപ്പ് കയറാനുള്ള പ്രയാസവും മാറുന്നത് കാണാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും വെയിറ്റ് കുറയ്ക്കുകയാണ് അതിന് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പല വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആഹാരക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എക്സസൈസിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക, ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റുണ്ട്. അത് ലിപ്പിഡ് പ്രൊഫൈലാണ്. സാധാരണ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കുന്നൊരു പതിവാണ് നമ്മുടെ ഇടയിൽ ആളുകൾക്കുള്ളത്. അതാകുമ്പോൾ പൈസ കുറവുണ്ട്, അതുകൊണ്ട് അത് മാത്രം നോക്കും. അതല്ല നമുക്ക് നോക്കേണ്ടത്, ലിപ്പിഡ് പ്രൊഫൈൽ നോക്കണം. ലിപ്പിഡ് പ്രൊഫൈൽ നിങ്ങളുടെ ട്രൈഗ്ലിസൈഡ് എത്രയെന്ന് നിങ്ങൾ നോക്കണം. ട്രൈഗ്ലിസൈഡ് എപ്പോഴും നിങ്ങൾക്ക് കൂടുതലാണോ അത് കുറയ്ക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ, അതിനു വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിതപ്പ് കുറയുകയുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ ട്രൈഗ്ലിസൈഡ് നോക്കുമ്പോൾ ഒരു ശാസ്ത്രീയമായ അനുപാതം എന്ന നിലയിൽ നിങ്ങൾക്ക് HDL കൂടിയിരിക്കണം, ട്രൈഗ്ലിസൈഡ് കുറഞ്ഞിരിക്കണം. HDL ട്രൈഗ്ലിസൈഡ് അനുപാതം 1:1 എന്ന് വരെയുള്ള രോഗികൾ വരെ നമുക്കുണ്ട്. അത് വലിയ നല്ല റിസൾട്ടാണ്. സാധാരണഗതിയിൽ അങ്ങനെ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് 2:1 എന്ന അനുപാതത്തിലെങ്കിലും ആക്കി കൊണ്ടുവന്നാൽ, ട്രൈഗ്ലിസൈഡ് അങ്ങനെ ആക്കിയാൽ, അതായത് ഒരുപക്ഷെ 100-ൽ താഴെയായിട്ട് ട്രൈഗ്ലിസൈഡ് നിന്നാൽ വൻപിച്ച ഫലമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെ അല്ലാത്തവർ ട്രൈഗ്ലിസൈഡ് വളരെ കൂടുതൽ 10, 300, 900 ഒക്കെയുള്ള ആളുകളെ ഞങ്ങൾ ചികിത്സിച്ചിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈഗ്ലിസൈഡ് കുറച്ച് നോർമലിലേക്ക് എത്തിക്കുക, ഈ പറഞ്ഞ അനുപാതത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കിതപ്പ് അതുകൊണ്ട് തന്നെ കിതപ്പുള്ളവർക്ക് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ഈ ട്രൈഗ്ലിസൈഡ് വളരെ കൂടി നിൽക്കുന്നത് പ്ലേക്കും ബ്ലോക്കും ഒക്കെ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് കുറയ്ക്കുക എന്നത് ഈ നിങ്ങളുടെ കിതപ്പ് മാറാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആസ്മ ഉള്ളവരാണെങ്കിൽ പോലും ഈ ടെസ്റ്റ് നടത്തേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ HSCRP എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കൂടി നടത്തുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ആ ഒരു ടെസ്റ്റ് കൂടി നടത്തി അത് നോർമലിൽ കൊണ്ടുപോകുന്നത് എപ്പോഴും നന്നായിരിക്കുമെന്ന് അറിയുക. ട്രൈഗ്ലിസൈഡ് കൂടി നിൽക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹാർട്ടിന് പോലും തകരാറുണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്ലേക്കും ബ്ലോക്കും ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ട്രൈഗ്ലിസൈഡ്. പലപ്പോഴും ടോട്ടൽ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നതല്ല പ്രശ്നം, ട്രൈഗ്ലിസൈഡ് വളരെ കൂടി നിൽക്കുന്നതാണ് പ്രശ്നമായിട്ട് വരുന്നത്. അതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഭക്ഷണ ക്രമീകരണങ്ങളോ ചികിത്സാ രീതികളോ ചെയ്യണം. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ വീഡിയോയും കാണുന്നവർ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതിനുള്ള ചികിത്സ എന്താണെന്ന്. ഞങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൂടെ ചികിത്സിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് നൽകുകയാണ്. അതിനുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ പലതുണ്ട്. നിങ്ങൾക്ക് ചെയ്യാവുന്ന മാർഗ്ഗങ്ങൾ അത് ഏതാണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഞങ്ങൾ നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ചെയ്യുന്നത്. യോഗ തുടങ്ങി അതുപോലെ തന്നെ സയൻറ്റിഫിക്കായിട്ടുള്ള പല എക്സസൈസുകളാണ് ഇതിനു വേണ്ടി ചെയ്യുന്നത്. അത് ഞങ്ങൾക്കിവിടെ വന്നെങ്കിൽ മാത്രമേ നൽകാനായിട്ട് പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾക്ക് വേണമെങ്കിലും കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. എന്നാൽ നേരെ മറിച്ച് പലപ്പോഴും നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലും യൂട്യൂബിലും കൂടെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും
വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ അവർക്ക് കഴിഞ്ഞേക്കുമെന്നൊഴിച്ച് ആകെ കുഴപ്പത്തിലേക്ക് ആളുകളെ എത്തിക്കുമെന്നാണ് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു പക്ഷേ ഒരിക്കലും കാണാത്ത ഒരു രോഗി പറയുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ചികിത്സ നൽകുക എന്ന് പറയുന്നത് പലപ്പോഴും പ്രശ്നമാണ്. എന്നാൽ കോവിഡ് പോലെയുള്ള സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഓൺലൈനിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അത് അവരും അപ്പോഴും ടെസ്റ്റുകൾക്ക് വിധേയമായിട്ടാണ് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയുന്ന ഒരു കാര്യം, ഒബേസിറ്റി ഉള്ള ആളുകളാണെങ്കിൽ വെയിറ്റ് കുറച്ചതിന് ശേഷം BP ചെക്ക് ചെയ്യുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത് ലിപ്പിഡ് പ്രൊഫൈൽ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് അല്ലാത്ത ആളുകൾക്ക് അത് കുറയ്ക്കാനുള്ള മരുന്നുകളോ മാർഗ്ഗങ്ങളോ ഉപയോഗിക്കുക. അലോപ്പതി ആണെങ്കിലും വേണ്ടിയില്ല, നിങ്ങൾ അത് ചെയ്ത് കുറയ്ക്കുക. കുറച്ചതിന് ശേഷം ടെസ്റ്റ് ചെയ്യുക. അതല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സിസ്റ്റത്തിൽ ലിപ്പിഡ് പ്രൊഫൈൽ നോർമലാക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതിനകത്ത് ഞങ്ങൾ ധാരാളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ഇലക്കറികൾ നൽകുക, എക്സസൈസ് നന്നായി എക്സസൈസ് ചെയ്യിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയാണ് അത് പരിഹരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഏത് മാർഗ്ഗം വേണമെങ്കിലും തിരഞ്ഞെടുക്കുക. ഇനി ആയുർവേദത്തിലെ ചികിത്സാ രീതികൾ കൊണ്ട് പറ്റുമെങ്കിൽ ഇത് കുറച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ആളുകൾ ഏജിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും. ഏജ് കൂടുന്നതനുസരിച്ച് കിതപ്പുണ്ടാവും, സ്റ്റെപ്പുകൾ കയറാനുള്ള പ്രയാസം ഉണ്ടാവും. പക്ഷേ ഏജ് കൂടിയെന്ന് കണ്ട് നിങ്ങൾ അത് കാരണമായി എടുത്ത് നിങ്ങൾ എക്സസൈസ് ചെയ്യാതിരിക്കരുത്. എക്സസൈസ് ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യാവുന്ന എക്സസൈസുകൾ ചെയ്യണം. എക്സസൈസ് കൂട്ടിക്കൊണ്ടുവരണം. എത്രയും പറ്റുന്ന അത്രയും കൂട്ടിക്കൊണ്ടുവരണം. ഞങ്ങൾ ഈ പറയുന്ന ചില കാര്യങ്ങൾ, ശരിയായ തരത്തിലുള്ള എക്സസൈസ്, ശരിയായ ഭക്ഷണ രീതി, ആ ഭക്ഷണ രീതി ഞങ്ങൾ പറഞ്ഞ വെജിറ്റബിളും പച്ചക്കറികളും പഴങ്ങളും ഇലക്കറികളും ധാരാളം അടങ്ങിയ ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കുക. നാരുകളടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക. ഹൈ കലോറി ഫുഡ് കുറയ്ക്കുക. അതായത് പിന്നെ ചോറ്, ചപ്പാത്തി, പഞ്ചസാര, അതുപോലെ തന്നെ ഇറച്ചി, മീൻ, മുട്ട ഇവയൊക്കെ ധാരാളമായിട്ട് കൂടുതൽ കഴിക്കുന്നവർ അത് കുറയ്ക്കുക. ഇതൊക്കെ കുറച്ച് നോക്കിയാൽ നിങ്ങൾക്ക് 2 ആഴ്ച മുതൽ 1 മാസമാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കിതപ്പ് കുറയുന്നത് കാണാൻ കഴിയും. അങ്ങനെ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സ്റ്റെപ്പ് നടന്നാൽ കിതയ്ക്കുന്നവർ അല്ലെ 2ഓ 3ഓ സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്ക് പ്രയാസമുള്ളവർ പതുക്കെ അത് ചെയ്യുക. എക്സസൈസ് ചെയ്യുക. ഇതുപോലുള്ള മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തുക. ആ ടെസ്റ്റുകൾ അനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ കുറയുന്നത് കാണാനായിട്ട് കഴിയും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. കമൻറ്റ് എഴുതുന്നത്, എപ്പോഴും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ഇടുന്നത് ഞങ്ങൾക്ക് പ്രേരണ നൽകുന്നതായിരിക്കും കൂടുതൽ വീഡിയോ ചെയ്യുന്നതിന്. നന്ദി, നമസ്കാരം.